നമസ്കാരം. 2020-21 കാലഘട്ടത്തിൽ രാജ്യം കണ്ട കർഷക സമരം. ആ കർഷക സമരം ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റങ്ങളിൽ ഒന്നായിരുന്നു. ഏറ്റവും അധികം ആളുകൾ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ പിന്തുണച്ച ഒരു പ്രക്ഷോഭമായിരുന്നു. പക്ഷേ ആ സമരം ഒടുവിലേക്ക് എത്തിയപ്പോൾ, അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ നിരവധി ആരോപണങ്ങളും അവർക്കെതിരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് വിഘടനവാദികളുടെ ഒരു പങ്ക് ഈ സമരത്തിൽ ഉണ്ട് എന്നത് സംബന്ധിച്ച് തന്നെ ഇപ്പോൾ വീണ്ടും രാജ്യം ഒരു കർഷക സമരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായി അവരത് നിർത്തിവെച്ചിരിക്കുകയാണ്. കേന്ദ്രവുമായുള്ള ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നുമുണ്ട്. പക്ഷെ ഇപ്പോൾ അതിഭീകരമായ ചില ദൃശ്യങ്ങളാണ് ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ കർഷക സമരത്തിൽ ഖാലിസ്ഥാൻ നേതാവിൻ്റെ ഒരു ഗുണ്ട ഗ്യാങ്സ്റ്ററുടെ പ്രസംഗം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കണമെന്നൊക്കെ കൂടെയുള്ള ആളുകളോട് അദ്ദേഹം പറയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ടായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ഈ ഗ്യാങ്സ്റ്ററിൻ്റെ ഒരു സാന്നിധ്യം കർഷക സമരത്തിൽ ഉണ്ടായത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും, അന്വേഷണ ഏജൻസികളെ പോലും വലിയ ആശങ്കയിൽ ആഴ്ത്തുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ദേശീയ മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടു കൂടി ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ കർഷക സമരത്തിനിടയിൽ ഭിന്ദ്രൻവാലയുടെയും അമൃത്പാൽ സിംഗിൻ്റെയും ചിത്രങ്ങളടങ്ങിയ പോസ്റ്ററുകളുമായി പ്രതിഷേധക്കാർ പ്രതിഷേധിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊട്ടും തന്നെ കർഷക സമരത്തിന് ഗുണം ചെയ്യില്ല എന്ന് നമുക്കറിയാം. അമൃത്പാൽ സിംഗ് എത്ര നാളുകളാണ് രാജ്യത്തെ വട്ടം കറക്കിയതെന്നും ഭിന്ദ്രൻവാലയുടെ ചരിത്രം എന്തായിരുന്നു എന്നും നമുക്കറിയാം. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ കൊലപാതകത്തിലേക്ക് പോലും നയിച്ചത് ആ സംഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഘടനവാദത്തിന് ഇന്ത്യയുടെ മണ്ണിൽ സ്ഥാനമില്ല എന്നുള്ളത് നമുക്ക് മുൻപേ നടന്ന എല്ലാ ഭരണാധികാരികളും തറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. അമൃത്പാൽ സിംഗ് ആവട്ടെ രണ്ടാം ഭിന്ദ്രൻവാല എന്ന ഒരു ആമുഖത്തോടു കൂടി വിദേശത്ത് നിന്നും ഇന്ത്യയുടെ മണ്ണിൽ കെട്ടിയിറക്കിയ വിഘടനവാദിയായിരുന്നു. പക്ഷേ അതിനും അധികം ആയുസ്സൊന്നും ഉണ്ടായില്ല. അമിത്ഷായെ ഉൾപ്പെടെ താൻ വകവരുത്തുമെന്നൊക്കെ അമൃത്പാൽ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം ഉള്ളത് തടങ്കലിൽ തന്നെയാണ്. എന്തായാലും ഈ അമൃത്പാൽ സിംഗിൻ്റെയും ഭിന്ദ്രൻവാലയുടെയും ഒക്കെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കർഷകർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സമരത്തിൻ്റെ നിറം മാറും എന്ന് ഉറപ്പാണ്. എന്തായാലും സമരത്തിന് ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ഒരു പിന്തുണയുണ്ട്, അല്ലെങ്കിൽ അവരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണം ഓരോ ദിവസം കഴിയും തോറും പല രൂപത്തിൽ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി അത് വന്നിരിക്കുന്നത് ഈ രൂപത്തിലാണ്, ഈ ഭിന്ദ്രൻവാലയുടെയും അമൃത്പാൽ സിംഗിൻ്റെയും രൂപത്തിൽ. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.